മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LBS സെന്ററിലെ നഴ്സിംഗിന് അപ്ലൈ ചെയ്തവരും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരും ഒക്കെ വളരെയധികം കൺസേൺ ആയിരിക്കുന്നത് അവരുടെ ഇൻഡെക്സ് മാർക്കും അത് വെച്ചിട്ട് അവരുടെ റാങ്ക് എത്രയായിരിക്കും എന്നും അത് വെച്ചിട്ട് അവർക്ക് അഡ്മിഷൻ ഏത് കോളേജിലാണ് കിട്ടുക എന്നുള്ളതും അങ്ങനെ കുറേ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്ത കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. അത് എന്നെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇന്ന് നോർമലൈസേഷൻ ഓഫ് മാർക്സ്, അതായത് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു മാർക്ക് ആയിരിക്കില്ല മറ്റു ബോർഡുകളിൽ പഠിച്ചവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് ആയിരിക്കില്ല കിട്ടുന്നത് എന്ന് പറയാൻ പ്രത്യേകം ഒരു കാരണമുണ്ട്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാർക്ക് ഡയറക്റ്റ് എടുത്തിട്ടല്ല ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യത. മറ്റ് ബോർഡുകാരുടെയാണ് ഞാൻ പറയുന്നത്. കേരള ഹയർ സെക്കൻഡറിക്കാരുടെ കാര്യമല്ല പറയുന്നത്. കേരള ഹയർ സെക്കൻഡറിക്കാർക്ക് ഡയറക്റ്റ് ആ മാർക്ക് എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡെക്സ് മാർക്ക്. പക്ഷെ മറ്റു ബോർഡുകാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ നോർമലൈസ് ചെയ്ത ശേഷമായിരിക്കും LBS ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ നോർമലൈസ് ചെയ്യാന്നുള്ള വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നതെന്ന്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആ നോർമലൈസ് ചെയ്യുന്ന മാർക്ക് CBSE, ICSE തുടങ്ങി പല ബോർഡുകളിൽ പഠിച്ചവരുടെ മാർക്കുകളാണ് നോർമലൈസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് ആക്ച്വൽ മാർക്കിൽ നിന്ന്. അത് മറ്റ് രണ്ട് ഫാക്ടേഴ്സിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ രണ്ട് ഫാക്ടേഴ്സ്, അതായത് അതാത് സബ്ജക്റ്റുകളിൽ ഓരോ സബ്ജക്റ്റ് മാർക്കും നോർമലൈസ് ചെയ്തിട്ടാണ് അവസാനം ആഡ് ചെയ്ത് ഇൻഡെക്സ് മാർക്ക് ഇടുന്നത്. അപ്പോൾ അതാത് വിഷയത്തിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത ആ സ്കോറ് CBSEയിലെയും കേരള ഹയർ സെക്കൻഡറിലെയും ആ മാക്സിമം സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ മാർക്കിന് വരുന്ന ചേഞ്ച്. നമുക്കൊരു ഉദാഹരണം എടുത്തിട്ട് പരിശോധിക്കാം. ഒരു CBSE വിദ്യാർത്ഥി LBS സെന്ററിൽ നഴ്സിംഗിന് അപ്ലൈ ചെയ്തു. ആ വിദ്യാർത്ഥിക്ക് ബയോളജിയിൽ കിട്ടിയ മാർക്ക് 90 ആണെന്ന് വിചാരിക്കുക, 90. അപ്പോൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി CBSEക്ക് വേണ്ട അടുത്ത രണ്ട് ഡേറ്റകൾ വേണം. അതായത് ഒന്ന് ഈ കുട്ടിയുടെ മാർക്ക്, രണ്ടാമത്തേത് ആ വർഷം അതേ പരീക്ഷ എഴുതി CBSEയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ആ മാർക്ക്, ഏതോ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് വേണം CBSEയുടെ. പിന്നെ ഹയർ സെക്കൻഡറി കേരള പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത മാർക്കും വേണം. ഏതോ കുട്ടികളോ ആണ് ആ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്, ആ മാർക്കും വേണം. ഇങ്ങനെ 3 ഡേറ്റയാണ് നോർമലൈസേഷന് ഉപയോഗിക്കുന്നത്. ഒന്ന് കുട്ടിക്ക് കിട്ടിയ മാർക്ക്, 2 ആ എക്സാമിൽ ഏറ്റവും കൂടിയ സ്കോർ, അതുപോലെ കേരള ഹയർ സെക്കൻഡറിയിൽ സെയിം സബ്ജക്റ്റിൽ സെയിം ഇയറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ മാർക്ക്. അത് ഇത്രയും 3 ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നോർമലൈസേഷൻ ചെയ്യുന്നത്. അതിനായി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് X എന്ന് പറയുന്നത് കേരള ഹയർ സെക്കൻഡറിയിൽ മാക്സിമം ബയോളജിയിൽ കിട്ടിയ കുട്ടിയുടെ മാർക്കാണ്. അത് X എന്ന് പറയുന്നത് 99 ആണെന്ന് വിചാരിക്കുക. Y എന്ന് പറയുന്നത് CBSEയിൽ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത മാർക്കാണ്. അത് Y എന്ന് കണക്കാക്കിയാൽ അത് 95 ആണെന്ന് വിചാരിക്കുക. T എന്ന് പറയുന്നത് നമ്മൾ ആരുടെയാണോ മാർക്ക് നോർമലൈസ് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, ആ കുട്ടിക്ക് 90 ആണെന്ന് പറഞ്ഞല്ലോ, 90. ഇനി നമ്മൾ എങ്ങനെയാണ് നോർമലൈസ്ഡ് മാർക്ക് Z ആണ്, നോർമലൈസ്ഡ് മാർക്ക് ഇൻ ബയോളജി Z ആണെന്ന് കണക്കാക്കുക. അപ്പോൾ Z ഈസ് ഈക്വൽ ടു കുട്ടിക്ക് കിട്ടിയ മാർക്ക് T ഇൻറ്റു മാക്സിമം ഹയർ സെക്കൻഡറി X ഡിവൈഡഡ് ബൈ Y, അതായത് മാക്സിമം മാർക്ക് ഇൻ CBSE. അപ്പോൾ ഒന്നും കൂടെ ആലോചിക്കുക. നോർമലൈസ്ഡ് മാർക്ക് ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് ഇൻറ്റു കേരള ഹയർ സെക്കൻഡറി മാക്സിമം മാർക്ക് ഡിവൈഡഡ് ബൈ CBSE മാക്സിമം മാർക്ക്. അതാണ് അതിൻ്റെ ഫോർമുല. അത് 99 Xും 95 Yയും 90 Tയുമാണ്. T എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കിട്ടിയ മാർക്ക്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വരുന്നത് 90 ഇൻറ്റു 99 ഡിവൈഡഡ് ബൈ 95 എന്ന് വരും. അതായത് നോർമലൈസ്ഡ് മാർക്ക് ആ കുട്ടിക്ക് കിട്ടുന്നത് 93.6
7895 എന്നായിരിക്കും. 94 ആയിട്ട് കണക്കാക്കുമായിരിക്കും LBS. അപ്പോൾ ആക്ച്വലി കുട്ടിക്ക് കിട്ടിയ മാർക്ക് 90 ആയിരുന്നു CBSE. നോർമലൈസേഷന് ശേഷം ഈ ഒരു കേസിൽ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 93.7895 equivalent to 94 എന്ന് നമുക്ക് പറയാം. അപ്പോൾ മാർക്ക് 90 94 കൂടുകയാണ് ചെയ്തത്. പക്ഷെ എല്ലാ ഘട്ടത്തിലും അങ്ങനെ കൂടണമെന്നില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാക്സിമം മാർക്ക് സ്കോർഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട് ബൈ എനി അതർ സ്റ്റുഡൻസ്. അതുമായിട്ടാണ് താരതമ്യം. അതുകൊണ്ട് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. കുട്ടിക്ക് നോർമലൈസേഷന് ശേഷം മാർക്ക് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്, കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ജനറലി CBSEക്ക് കുട്ടിക്ക് കിട്ടിയ മാർക്കിന് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ കാണിച്ച എക്സാമ്പിളിലെ പോലെയാണെങ്കിൽ കൂടും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ നോർമലൈസ് ചെയ്ത മാർക്ക് എടുത്തിട്ടാണ് LBS ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കേരള ഹയർ സെക്കൻഡറിയുടെ ഡയറക്റ്റ് കിട്ടിയ മാർക്ക് തന്നെ എടുത്തിട്ട് അതിനെ പെർസെൻറ്റേജ് ആക്കിയിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാണുന്നതെങ്കിലും മറ്റു ബോർഡുകാരുടെ മാർക്കുകളിൽ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത്ര മാർക്ക് കിട്ടിയാൽ അവിടെ കിട്ടുമോ ഇവിടെ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ആയി വരുന്ന കാര്യങ്ങൾ, അതാത് സമയത്ത് മാറുന്ന കുറേ ഫാക്ടേഴ്സുമായിട്ടാണ് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി എല്ലാം കൂടെ നോക്കി അതെല്ലാം മറ്റു പല ഫാക്ടേഴ്സും മറ്റാൾക്കാരുടെ ഫാക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ സീറ്റ് കിട്ടുകയും കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ സ്വയം വെറുതെ ആഡ് ചെയ്ത് ഇൻഡെക്സ് മാർക്ക് കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് കിട്ടുമോ എന്ന് ആലോചിച്ച് തല പുകക്കണ്ട. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് കറക്റ്റ് സർട്ടിഫിക്കറ്റ്സും കറക്റ്റ് റിസർവേഷൻ ക്ലെയിംസ് എല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്യുക, അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമസ്കാരം.